ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ഫോംസിനകത്തെ കുറച്ച് ട്രിക്സ് ആണ്. വെൽക്കം ടു ബി ഹാപ്പി. ഇറ്റ്സ് മീ ആൽഫിൻ. നമ്മളെല്ലാവരും ഗൂഗിൾ ഫോംസ് ഉപയോഗിക്കുന്നവരാണ്. ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഫോംസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ടൈം വളരെയധികം വേസ്റ്റ് ആവുന്നുണ്ട്. കാരണം ചില ഓപ്ഷൻസ് ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കുറെ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 3 ട്രിക്സ് ആണ്. ഈ ഒരു 3 ട്രിക്സിനകത്ത് 2 ട്രിക്സ് നമ്മളുടെ ടൈം സേവ് ചെയ്യാനുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ട്രിക്ക്, അതായത് മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ട്രിക്കിലോട്ടും രണ്ടാമത്തെ ട്രിക്കിലോട്ടും മൂന്നാമത്തെ ട്രിക്കിലോട്ടും പോകാനുള്ള ടൈം സ്റ്റാമ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം സ്റ്റാമ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ടിപ്പ് ഒരു ടൈം സേവിങ് ട്രിക്കാണ്. ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പേരെന്ന് പറയുന്നത് ക്വിസ് ആൻസർ സജഷൻ ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മളുടെ ഒന്നാമത്തെ ട്രിക്കിനായിട്ട് ഞാൻ ഇവിടെ ഗൂഗിൾ ഫോംസിനകത്ത് പുതിയൊരു ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഏറ്റവും ആദ്യമേ ഇവിടെ സെറ്റിംഗ്സിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഏറ്റവും ആദ്യമേ തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മേക്ക് ദിസ് എ ക്വിസ് എന്ന്. ഞാൻ എന്താ അത് ടേൺ ഓൺ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്തിലോട്ട് വരുന്ന ശേഷം ഞാൻ എന്താ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അതിനുശേഷം ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. അതിനുശേഷം ഞാനൊരു സ്പേസ് ബാറിലും ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണാൻ സാധിക്കും സജസ്റ്റഡ് കറക്റ്റ് ആൻസർ എന്ന്. അത് ന്യൂഡൽഹിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ന്യൂഡൽഹി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ ഒരു ന്യൂഡൽഹി എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ആ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെയുള്ള ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്കൊന്ന് ഈ ഒരു ആഡ് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് താഴോട്ടും മറിച്ചും ഒക്കെ ഒന്ന് എടുത്തേക്കാം. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ട്രിക്ക് കംപ്ലീറ്റ് ആയി. നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഓട്ടോ കംപ്ലീറ്റ് ആൻസേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ട്രിക്കാണ്. ഇതും നമ്മളുടെ ടൈം സേവ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇന്ന് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയുടെ രണ്ടാമത്തെ ട്രിക്ക് നോക്കാം. രണ്ടാമത്തെ ട്രിക്ക് ചെയ്യുവാനായിട്ട് ഞാൻ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ചോദിക്കുന്നു വിച്ച് ഡേ ഇൻ ദ വീക്ക് ഈസ് യുവർ ഫേവറേറ്റ് എന്ന്. ഇപ്പോൾ തന്നെ നമ്മൾക്ക് ഇവിടെ സജഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആഡ് ഓൾ എന്ന്. അതായത് മൺഡേ കൊടുത്തിട്ടുണ്ട്, ട്യൂസ്ഡേ കൊടുത്തിട്ടുണ്ട്, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ആ 7 ദിവസവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്നിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല നമ്മൾക്ക് ഇതുപോലെ റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും. ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഒരു ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡുവിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ അറിയാതെ ഇൻഡുവിൽ ക്ലിക്ക് ചെയ്താൽ Ctrl+Z പ്രസ് ചെയ്താൽ മതി. അണ്ടു ആണത്. ഇനി നമ്മൾക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ റിക്വയർഡ് ആക്കി മാറ്റാനും സാധിക്കുന്നതാണ്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ട്രിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ടീച്ചേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതാണ് യൂട്യൂബ് വീഡിയോ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ഗൂഗിൾ ഫോംസിനകത്തോട്ട് ആഡ് ചെയ്യാൻ സാധിക്കാം എന്താണ്. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾക്കിപ്പോൾ കണ്ടുനോക്കാം. നമ്മളുടെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ ഫോംസിനകത്ത് യൂട്യൂബ് വീഡിയോ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മളിതാ ഈ ഒരു പ്ലസ് ഐക്കണിലല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മളിതാ ഇവിടെയുള്ള ആഡ് വീഡിയോ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു URL പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വീഡിയോയുടെ URL എടുക്കാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇവിടെ നിന്ന് തന്നെ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ ബി ഹാപ്പി ആൽഫിൻ ദ ടെക് എക്സ്പ്ലോറർ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഞാൻ ഇതുപോലെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ കുറെ റിസൾട്ട് വരുന്നതാണ്. അതിനകത്ത് നിന്ന് എനിക്ക് വേണ്ട ആ ഒരു വീഡിയോ, അതിനുശേഷം സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ ആ ഒരു വീഡിയോ വരുന്നതാണ്. ആ ഒരു വീഡിയോയുടെ തംബ്നെയിലാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇവിടെ ഒന്ന് നമ്മൾക്ക് എന്താണ് കുട്ടികളോട് പറയാനുള്ളത് എന്ന്
ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ ദാ ഇവിടെ കൊടുക്കുന്നു വാച്ച് ദിസ് വീഡിയോ ആൻഡ് ക്രിയേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇൻ പവർ പോയിന്റ് എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾക്ക് യൂട്യൂബ് വീഡിയോസും നമ്മളുടെ ഫോംസിനകത്തോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങളുടെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കാം. അതിനുശേഷം ആ ഒരു ടോപ്പിക്ക് കണ്ട ശേഷം കുട്ടികളോട് ഇന്ന ഫോംസ് അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ കൊടുക്കാനും പറയണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാക്കാൻ സാധിക്കും, അതായത് നിങ്ങളുടെ കുട്ടികളെല്ലാം ക്ലാസ് കണ്ടു എന്ന കാര്യം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസസ് എല്ലാം നിങ്ങൾക്ക് റെസ്പോൺസ് ടാബിൽ വരുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.